ഹായ് സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചു വരവ് എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ലൈക്കായിട്ട് കൊടുക്കണം. എത്ര ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചു വരവ്. പിന്നെ അത് ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്കൊന്നും ഞാൻ പറയത്തില്ല. കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരുന്നതിനേക്കാൾ നല്ലത് വല്ല ട്രെയിനിനെങ്ങാനും പോയി തല വയ്ക്കുന്നതാണ്. കാരണം ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇനി തിരിച്ചു വരുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് അല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് എവിടെയെങ്കിലും നിന്നും മത്സരിച്ച് ജയിച്ച് കയറി വരിക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഇത്രയും ഒരു എം എൽ എ അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രസ്ഥാനത്തിൽ ഇത്രയും നല്ലൊരു നേതാവിനെ ഈ ഒരു ഇത്രയും ഒരു പെണ്ണ് കേസിൽ കൊണ്ടിട്ട് കുടുക്കി മാനസികമായി തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിച്ചിട്ട് പോലും ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ഒരു സപ്പോർട്ട് പോലും, ഒരു വാക്കുകൊണ്ട് പോലുള്ളൊരു സപ്പോർട്ട് പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കയറി വരുന്നതിനേക്കാളും നല്ലത് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങി കയറി വരുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വതന്ത്രനായിട്ട് എവിടെയെങ്കിലും നിന്ന് മത്സരിച്ച് വരുന്നതായിരിക്കും നല്ലത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അതുപോലെ പിന്തുണയ്ക്കുന്ന രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട് ഈ ഒരു വിഷയമായിട്ട്. അപ്പം എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അപ്പം എല്ലാവരെയും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ ഉള്ള ഒരു ഉത്തരവാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് എന്തിനാണ് ഈ ഷഹനാസ് എന്ന് പറയുന്ന ഇവർ ഈ ഈ ഊള എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ നിരന്തരം കടന്നിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനൊരു ഉത്തരം ജിനാസ് പാലക്കാട് എന്ന് പറയുന്ന ഒരു പുള്ളി ഫേസ്ബുക്കിനകത്ത് പങ്കുവെച്ചിട്ടുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയോട് ഈ ഷഹനാസിന് ഇത്രയും വൈരാഗ്യം തോന്നാനുള്ളൊരു കാരണം, ഇത്രയും പെണ്ണ് കേസുകൾ കൊണ്ടിട്ട് ഇത്രയും അതിജീവിതമാരെ ഇറക്കി ഈ ഷഹനാസ് കളിച്ചതിൻ്റെ പിന്നിലെ സത്യം അത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് വായിച്ചെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ജിനാസ് പാലക്കാട് എന്ന് പറഞ്ഞ പുള്ളിയാണിത് ഇത് പങ്കുവെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് വായിച്ചു തരാം. അപ്പോൾ ഇതെല്ലാവരും ഒരു സംശയം വരുന്നില്ല. ആ സംശയം എപ്പം ക്ലിയർ ചെയ്ത് തരാം. ഞാനും ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ലാസ്റ്റ് 24-ന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വരെ പറയുന്നുണ്ട്, ഷഹനാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ സംസാരിച്ചില്ല. ഈ ഒരു വിഷയമായിട്ട് ആ ഷഹനാസിൻ്റെ പ്രതികരണം കേട്ട് ഞാൻ ഷോക്കായി പോയിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടം വരെ പറയുന്നുണ്ട്. കാരണം ഷഹനാസിന് അത്രയും ഒരു നല്ലൊരു സുഹൃത്തായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു ഷഹനാസിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പുള്ളി ഒരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. അപ്പോൾ എന്തായാലും ഷഹനാസിൻ്റെ വൈരാഗ്യത്തിൻ്റെ കഥകൾ ഞാനിവിടെ വായിക്കാൻ പോവാണ്. അപ്പം രാഹുലിൻ്റെ കഥകൾക്ക് പിന്നിൽ പലരുടെയും പകയുടെ കഥകൾ കൂടിയുണ്ട്. ഷഹനാസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ആ കഥകൾ ജിനാസ് പാലക്കാട് എഴുതുന്നു. ഘട്ടം 1 തുടങ്ങുന്നത് ഷഹനാസിൽ നിന്നാണ്. നമ്മുടെ നാടകനടി ഷഹനാസ് KP അനിൽകുമാറിൻ്റെ ആളായി KPCC, ഞാൻ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. KP അനിൽകുമാറിൻ്റെ സ്റ്റാഫായിരുന്നു ഈ ഷഹനാസ്. പിന്നെ ഇയാൾ മറുകണ്ഠം ചാടി ഭരണപക്ഷത്തേക്ക് പോയ സമയത്ത് ഈ ഷഹനാസിനെ അവിടെ കളഞ്ഞിട്ട് പോയി. ഷഹനാസിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പാരയാവും, അല്ലെങ്കിൽ ഷഹനാസിനെ അവിടെ നിർത്തിയിട്ട് ചാരപ്പണി ചെയ്യിപ്പിക്കാനുള്ള പരിപാടി അങ്ങനെ എന്തൊക്കെയോ ഉദ്ദേശിച്ചാണ് പുള്ളിക്കാരിയെ അവിടെ ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇട്ടിട്ട് അയാൾ മറുകണ്ഠം ചാടിപ്പോയത്. പല കാര്യങ്ങളും ഈ KP അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ഈ പ്രസ്ഥാനത്തിലെ പല പല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒറ്റി കൊടുത്ത് അങ്ങോട്ട് കൊടുത്ത് ചാരപ്പണി ചെയ്തിട്ടാണ് ഇയാൾ പോയെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് അത് വല്ലതും പരാമർശിക്കുന്നുണ്ടെന്ന് നോക്കാം ഈ KP അനിൽകുമാറിനെ പറ്റിയിട്ട്. അപ്പം തുടങ്ങുന്നത് ഷഹനാസിൽ നിന്നാണ്. KP അനിൽകുമാറിൻ്റെ ആളായി KPCC ഓഫീസിൽ ജോലിക്കെത്തിയ ഷഹനാസ് തുച്ഛമായിട്ട് ശമ്പളത്തിനാണ് ഇവരെ ജോലിക്കെത്തിയത്. സ്റ്റാഫായിട്ട്, KP അനിൽകുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ജോലിക്കെത്തിയ ഷഹനാസ് അനിൽകുമാർ CPMലേക്ക് പോയപ്പോൾ കൂടെ പോയില്ല. കോൺഗ്രസിനുള്ളിൽ അനിൽകുമാറിൻ്റെ ഏജൻ്റായി അവർ തുടർന്നു. കോൺഗ്രസിൻ്റെ സകല ഡേറ്റയും അവർ അനിൽകുമാറിന് ചോർത്തി നൽകി. ചതി തിരിച്ചറിഞ്ഞ പാർട്ടി ഷഹനാസിനെ KPCC ഓഫീസിൽ നിന്ന് ഒഴിവാക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ സംഭവം തന്നെ. ഈ KPCC ഓഫീസിൽ നിന്ന് ഇവരെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവരിപ്പോഴും ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ആളാണ്, മാനാണ്, ചക്കയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയും പോരുന്നിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇത്രയും അടിച്ചാക്ഷേപിച്ചിരിക്കുന്ന രീതിയിൽ, ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാകുന്ന രീതിയിൽ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന വളർന്നു വരുന്ന യുവ നേതാക്കൾക്കെതിരെ ഇപ്പം റീസെൻ്റായിട്ട് ഷാഫി പറമ്പിലും അതുപോലെ രാഹുൽ മാങ്കൂട്ടൊക്കെ PR വർക്ക് കൊടുത്തിട്ടാണ് ഈ പാർട്ടിയിൽ നിൽക്കുന്നതെന്നാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത്. എന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഷഹനാസിനെ പുറത്താക്കുന്നില്ല? അതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഘട്ടം 2
യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചുമതലയേൽക്കുന്നു. ഷഹനാസിനെ യൂത്ത് കോൺഗ്രസ് സാംസ്കാരിക സംഘടനാ നേതാവിൻ്റെ പദവിയിൽ നിന്ന് രാഹുൽ ഒഴിവാക്കുന്നു. അവിടെ നിന്നാണ് രാഹുൽ കഥകളുടെ ആരംഭം. രാഹുലിന് വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ടാണ് തന്നെ പുറത്താക്കിയതെന്നും രാഹുൽ ഇത്തരത്തിൽ പലരെയും സമീപിച്ചു എന്നും പറഞ്ഞ് സൗഹൃദ വലയങ്ങളിൽ രാഹുലിനെ ഒരു വഷളനായി ചിത്രീകരിക്കുന്നു. കേട്ടല്ലോ, ഇവരെ രാഹുൽ പുറത്താക്കിയതിൻ്റെ, ഇവരെ തനി കോണം മനസ്സിലാക്കി രാഹുൽ മാങ്കൂട്ടം ഇവരെ പുറത്താക്കിയതിൻ്റെ വൈരാഗ്യമാണ് ഇവർ ഈ എഴുത്തുകാരൻ്റെ സുധീഷ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ്റെ മുമ്പിൽ എഴുത്തുകാരനെതിരെ കാണിച്ചു കൂട്ടിയല്ലോ. എഴുത്തുകാരൻ എന്നെ മീറ്റു ആരോപണത്തിൽ പെടുത്തിയല്ലോ, പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് വരുത്തിയല്ലോ. അതുപോലെയാണ് ഈ വിഷയത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തിയത്. രാഹുൽ മാങ്കൂട്ടം ഇവരെ പുറത്താക്കിയതിന് പിന്നിൽ ഇവരെ രാഹുൽ മാങ്കൂട്ടം പല സമയത്ത് സമീപിക്കുന്ന സമയത്ത് ഇവർ അത് നിഷേധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ പുറത്താക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു നടന്നതാണ് ഇതിനകത്ത് ഈ പുള്ളി ഇതിനകത്ത് എഴുതുന്നത്. രാഹുലിന് വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ടാണ് തന്നെ പുറത്താക്കിയതെന്നും ബെസ്റ്റ് കണ്ടേച്ചാലും പറയും. വഴങ്ങാൻ പറ്റിയൊരു മുതലേ. രാഹുൽ ഇത്തരത്തിൽ പലരെയും സമീപിച്ചു എന്നും പറഞ്ഞ് സൗഹൃദ വലയങ്ങളിൽ രാഹുലിനെ ഒരു വഷളനായി ചിത്രീകരിക്കുന്നു. ആ സമയത്ത് യൂത്ത് കോൺഗ്രസിൽ താൻ പ്രതീക്ഷിച്ച സ്ഥാനം കിട്ടാത്തതിൽ രാഹുലിനോട് പരിഭവിച്ചു നിൽക്കുന്ന ഉമാ തോമസിൻ്റെയും സതീഷിൻ്റെയും ഒക്കെ അടുത്ത ആളായ എറണാകുളത്തെ താരം ഈ കഥയ്ക്ക് കോൺഗ്രസിലെ യുവതികൾക്കിടയിൽ വലിയ പ്രചരണം നൽകുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നു. ഘട്ടം 3 സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് പീരായിരി MLA പാർട്ടി വിടുന്നു. മനക്കോട്ടകൾ പൊലിഞ്ഞു വീണതിൽ പകമൂത്ത പീരായിരി MLA അതിന് കാരണക്കാരായ ഷാഫിയെയും രാഹുലിനെയും തകർക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അതിനായി AKG സെൻറ്ററിൽ കനഗോലുവിൻ്റെ സഹായം തേടുന്നു. കോൺഗ്രസിനുള്ളിൽ ഇത്തരം കഥകൾ ഓടുന്നുണ്ട് എന്നും അത് ബിൽഡപ്പ് ചെയ്യണമെന്നും പീരായിരി MLA കനഗോലുവിനോട് പറയുന്നു. അങ്ങനെ ആ ടീമിലേക്ക് മീഡിയ ഫീൽഡിലെ ക്രിമിനൽസ് എത്തുന്നു. ആദ്യം അതിജീവിതയെയും രാഹുലുമായി ബന്ധമുണ്ട് എന്നും ഇപ്പോൾ ചെറിയ ബ്രേക്കപ്പ് ആണെന്നും സൗഹൃദ സംഭാഷണത്തിൽ അതിജീവിതയുടെ റൂംമേറ്റ് ഇരുവരുടെയും സുഹൃത്തായ ഞാനേ കണ്ടുള്ളൂ ഫെയിം ബാലാമണിയോട് പറയുന്നു. ബാലാമണി ആ വിവരം കനൽഗോലു ടീമിന് കൊടുക്കുന്നു. ബാലാമണി എന്ന് ഉദ്ദേശിച്ചത് ഷഹനാസ്. ഘട്ടം 4 നല്ല അടിപൊളിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. റിനി ആൻഡ് ജോർജ് എറണാകുളം താരത്തിൻ്റെ വായിൽ നിന്ന് രാഹുൽ കഥകൾ കേൾക്കുന്നു. രാഹുലിന് വേണ്ടി തപസ് ചെയ്യുന്ന റിനി ഇതോടെ കോപാകുലയാകുന്നു. അതുവരെ കനഗോലു ടീമിൻ്റെ താരം ആൻഡ് ഷഹനാസ് ടീമിൻ്റെയും പ്രവർത്തനം തമ്മിൽ കണ്ടുമുട്ടാതെ സമാന്തരമായി മുന്നേറുകയായിരുന്നു. താരം തൻ്റെ സുഹൃത്തായ പീരായിരി MLAക്ക് റിനിയെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ റിനി കനഗോലു ടീമിൽ എത്തുന്നു. ഘട്ടം 5 സത്യം പറഞ്ഞാൽ വൻ കോമഡിയാണ് ഇതൊക്കെ. പൊതുസമൂഹത്തിൽ ഈ കഥകൾക്ക് വേരോടാനുള്ള ഒരു എക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യലാണ് കനഗോലു ടീമിൻ്റെ അടുത്ത ഡ്യൂട്ടി. ആ ദൗത്യം രാജൻ ജോസഫിനെയും റിനിയെയും ഏൽപ്പിക്കുന്നു. അങ്ങനെ രാജൻ യൂട്യൂബ് വഴി കഥകൾ ചെയ്യുന്നു. രാജൻ ജോസഫിനെ ആർക്കും അങ്ങനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. ഈ വിഷയം വാർത്താ ചാനൽ മാധ്യമങ്ങളിൽ വന്നിരുന്ന് വാർത്താ ചാനലുകൾ യൂട്യൂബിൽ വന്നിരുന്നിട്ട് വാർത്താ ചാനലുകളിൽ ചർച്ച ചെയ്ത് ഈ വിഷയം ഊതി വീർപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് രാജൻ ജോസഫ്. അവസാനം എന്താണ് 8ൻ്റെ പണി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ രാജൻ ജോസഫ് മുങ്ങേ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാജൻ ജോസഫിൻ്റെ പൊടി പോലും കാണാനില്ല. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയതിന് ശേഷം പിന്നെ രാജൻ ജോസഫ് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ടേയില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ശ്രീനാദേവി കുഞ്ഞമ്മ ഈ രാജൻ ജോസഫിന് ശരിക്കും വായന നിറച്ച് കൊടുത്തല്ലോ. ആ ഓഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടയാണ്. അപ്പം അത് ചീറ്റിപ്പോയെങ്കിലും ഇതിലെന്തോ ഉണ്ട് എന്നൊരു സംശയം ജനങ്ങൾക്കിടയിൽ ജനിക്കുന്നു. ഇതേ സമയം തങ്ങൾ പറഞ്ഞ കഥകൾക്ക് ഒരു സാധൂകരണം കിട്ടിയ ഷഹനാസും താരവും കൂടി കോൺഗ്രസിനുള്ളിലെ രാഹുലിനെതിരെ ശക്തമായൊരു വികാരം സൃഷ്ടിച്ചെടുക്കുന്നു. തുടർന്നുള്ള 1.5 മാസം പോക്സോ മൊട്ട റിപ്പോർട്ടർ മിൽക്കുണ്ണി എന്നിവർ കനഗോലുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ന്യൂസ് ബോംബിങ്ങിനായുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. വാർത്ത എയർ ചെയ്യേണ്ട ദിവസത്തേക്ക് ഉള്ള സ്ക്രീൻഷോട്ടുകൾ തയ്യാറാക്കൽ, അന്നേ ദിവസം ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും വിളിക്കേണ്ട ഇരവേഷക്കാരെ സെറ്റ് ചെയ്യുക, എല്ലാം പീരായിരി MLA സുഹൃത്തുക്കളായ ഹണി ഭാസ്കറേയും BJPയുടെ പ്രശാന്ത് ശിവനെയും
ടീമിലെത്തിക്കുന്നു. ട്രാൻസ് വുമൺ അവന്തികയെ പ്രശാന്ത് ടീമിലേക്ക് കൊണ്ടുവരുന്നു. അവന്തികയുടെ കാര്യം നമ്മൾ കണ്ടതാണല്ലോ. അവന്തികയുടെ ഉടായ്പ മൊത്തം പൊളിച്ചടുക്കിയിട്ടാണ് അവന്തിക പോയിട്ടുള്ളത്. അവന്തിക ദാ പറയുന്നത് ദേ വന്നു ദേ പോയെന്ന് പറഞ്ഞൊരു ഇതായിരുന്നു നമ്മൾ കണ്ടതല്ലേ. അവന്തികയുടെ വോയിസ് റെക്കോർഡൊക്കെ രാഹുൽ വാർത്താമാധ്യമങ്ങളിൽ കാണിച്ചെല്ലാം നമ്മൾ കണ്ടതാണ്. അത് കേൾപ്പിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അവന്തികയുടെ ഉടായ്പും കാര്യങ്ങളെല്ലാം കണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് ഇവരെല്ലാം ഇറക്കിയതാണ് നല്ല എമൗണ്ട് കൊടുത്ത്. ന്യൂസ് അവതരണ ദിവസത്തെ തിരക്കഥ കനകോലുവും ഓക്സോ മൊട്ടയും ചേർന്ന് തയ്യാറാക്കുന്നു. ബോംബിങ്ങിന് മുന്നോടിയായി റിനി ഹൂ കേഴ്സുമായി മീഡിയകളിൽ നിറയുന്നു. അറിയാലോ, അവസാനം കൊണ്ടിട്ട് ഹൂ കേഴ്സ്. പിന്നീട് നമ്മൾ കണ്ടത് കേരളം ഞെട്ടിയ ന്യൂസ് ബോംബിംഗ്. ഘട്ടം 6 ബാലാമണിയുടെ കഥാപാത്രമായി അതിജീവിതയെ വല്ലാതെ ഹരാസ് ചെയ്യുന്നു. രാഹുലിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും നിങ്ങൾ അവൻ്റെ വെറുമൊരു കളിപ്പാട്ടമാണെന്നും അവനെതിരെ പരാതി കൊടുക്കണമെന്നും നിങ്ങൾ എന്തായാലും അവിടെ അനാവരണം ചെയ്യപ്പെടുമെന്നും പറഞ്ഞ് അവരെ സമ്മർദ്ദത്തിലാക്കുന്നു. അതിജീവിതയെ കണ്ടതായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുന്നു. സമൂഹത്തിന് മുന്നിൽ താൻ അനാവരണം ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് ഭയന്ന അതിജീവിത തൻ്റെ ഭാഗം സേഫാക്കാനുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ രാഹുലിനെതിരെ രംഗത്ത് കൊണ്ടുവരിക എന്നതായിരുന്നു ബാലാമണിയുടെ ജോലി. 3 മാസത്തെ നിരന്തര പ്രവർത്തനം കൊണ്ട് അവർ ആ ജോലിയിൽ വിജയിക്കുന്നു. ഫൈനൽ ടച്ച്. ജിനാസ് പാലക്കാടിൻ്റെ വിവരണമൊക്കെ അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ എങ്ങനെയാണ്, സിനിമയുടെ തിരക്കഥ എങ്ങനെയാണ് എഴുതി വെച്ചേക്കുന്നത് അതുപോലെയാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിക്കെതിരെ നടന്ന ഈ ഒരു ഇതുണ്ടല്ലോ. ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കി MLA സ്ഥാനത്ത് നിന്ന് വരെ രാജിവെപ്പിക്കാൻ വരെ ആവുന്നത്ര നോക്കിയല്ലോ. അതിൻ്റെയൊക്കെ ഒരു തിരക്കഥയാണ് ഇപ്പോൾ ഇവിടെ വായിക്കുന്നത്. ഏറ്റവും അവസാനം രാഹുൽ ആഷ്മിയുമായി നടത്തിയ സംഭാഷണം എയർ ചെയ്തതോടെ നിലവിൽ ആർക്കും എഴുതാനും പറയാനും കഥകളില്ലാത്ത അവസ്ഥ. ജനങ്ങൾക്ക് സത്യം മനസ്സിലായി അല്ലേ? എന്തെങ്കിലും പറഞ്ഞാൽ രാഹുൽ മറുപടികളുമായി രംഗത്ത് വരുമോ എന്ന ഭയത്താൽ എല്ലാവരും മാളത്തിൽ ഒളിക്കുന്നു. അവസാനം ഷഹനാസ് മാത്രം ബാക്കിയാവുന്നു. ഷഹനാസിൻ്റെ പണ്ടം വരെ ഇപ്പം വെളിയിൽ വലിച്ചു കയറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇത് ഷഹനാസിൽ നിന്ന് തുടങ്ങുന്നു, അവസാനം ഷഹനാസിൽ കൊണ്ട് തന്നെ ഇത് അവസാനിക്കുന്നു. ഇത് ബൂമറാങ് പോലെ തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഷഹനാസിന്. KPCC ആസ്ഥാനത്ത് നിന്ന് നുണവഴികളിലൂടെ സഞ്ചരിച്ച കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് സ്വന്തം ഇളിഫ്യത മാറ്റാൻ കുമിളവിടുന്നു. അവരുടെ നിലവാരം മനസ്സിലാക്കാൻ അവരുടെ പുതിയ പോസ്റ്റിലെ കമൻറ്റുകൾ വായിച്ചാൽ മതി. കണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെയാണ് MA ഷഹനാസിന് രാഹുൽ മാങ്കൂട്ടത്തിനോട് വൈരാഗ്യം തോന്നാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു വീട്ടമ്മയുടെ വോയിസും കൂടെ വെച്ച് തരാം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരെല്ലാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്, വീട്ടമ്മമാരാണ് ഏറ്റവും കൂടുതൽ. കാരണം അവർക്ക് സത്യം അറിയാം. കാരണം സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് ഇപ്പോഴും രാഹുലിനെ പിന്തുണയ്ക്കുന്നതും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നതും തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ രാഹുൽ മാങ്കൂട്ടം 3 സ്ത്രീകളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പടച്ചുവിടുന്ന കഥകൾ കേട്ടിട്ട് പോലും ഈ സ്ത്രീകളായിട്ടുള്ള ജനങ്ങൾക്കറിയാം സത്യം ഏതാണ് കള്ളം ഏതാണ്. വീട്ടമ്മമാർക്കൊക്കെ ഇതിൻ്റെ പുറകിൽ നടക്കുന്ന കളികളൊക്കെ നല്ലോണം അറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയൊക്കെ കേട്ടിട്ടും ഇത്രയൊക്കെ ഒരു വ്യക്തിക്കെതിരെ അടിച്ചിറക്കിയിട്ട് പോലും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, വീട്ടമ്മമാർ, അമ്മമാർ ഇവരൊക്കെ രാഹുലിനെ എപ്പോഴും പിന്തുണയ്ക്കുന്നത്. ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം നശിപ്പിച്ച് കളയാൻ എളുപ്പമാണ്, പക്ഷേ അയാളെ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസമാണ്. കാരണം ഇതിനകത്ത് മനസ്സൊക്കെ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും നമുക്ക് തിരിച്ചിലേക്ക് വരാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ഈ ഒരു പ്രസ്ഥാനമുണ്ട്. അതിലേക്ക് തിരിച്ച് ശക്തനായിട്ട് തന്നെ തിരിച്ചു വരണമെന്നും നല്ലപോലെ ഉണ്ട്. സാധാരണ ഇങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ആളുകൾ പുല്ല് ഇത്രയും ഒരു ഗതിയില്ലാത്ത പാർട്ടിയിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് പുറത്തു പോകുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ആളുകൾക്ക് കാണൂ. പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് പുള്ളിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. തിരിച്ചു വന്ന് ഈ ഒരു പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും പുള്ളി പുറത്ത് നിന്നുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ല ശബ്ദം ഉയർത്തി തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനൊരു വീട്ടമ്മയുടെ വോയിസും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം. നിങ്ങളൊന്ന് കേട്ട് നോക്കും. നിങ്ങളെപ്പോലത്തുള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് എല്ലാവരും അതുപോലെ ആരും മിസ് ചെയ്യരുത്. എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ. അപ്പോൾ ആ വോയിസും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കേ.
പറയാനുള്ളൂ, രാഹുലിന്റെ ആൾക്കാർ അറിയുന്ന ഒരാൾ ഈ സാറിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ കേൾപ്പിച്ചു കൊടുത്ത് സാറിനൊരു രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇച്ചിരി മനസ്സാക്ഷി ഈ കരയുന്ന അമ്മമാരെ കണ്ണീര് കാണാതെ പോകരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം എത്രയോ അമ്മമാര് എത്ര അമ്പലങ്ങളിൽ നേർച്ച പറയുന്നുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പം രാഹുൽ ഇങ്ങനെ മൂലക്ക് ഇരിക്കാനാണ് ഇപ്പൊ ഉദ്ദേശമാണെങ്കിൽ അവൻ എന്നും സാറ് പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത്, എന്നും മൂലക്കായി പോകും. കാരണം അവന്റെ തകർച്ച കാണാനിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് അവൻ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. കാരണം ഇവൻ തന്റേടുള്ള ഒരാളാണെങ്കിൽ ഇവൻ ഇത്രയും തന്റേടും ഇല്ലാത്ത ഒരാളാണെന്ന് നമുക്കിപ്പോ തോന്നില്ല. കാരണം ഇത്രയും തന്റേടുള്ള ഒരു ചെറുക്കനാണെന്ന് വിചാരിച്ച ചെറുക്കൻ ഇപ്പം ഇവന്മാരെ ഇതിൽ ഇങ്ങനെ നിന്നിട്ട് ഒരു എന്നെ പറയുന്നത് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവന്റെ പോക്ക് എങ്ങോട്ടേക്കാണ്? ഇങ്ങനെ മൂലക്ക് ഇരുന്ന് ജീവിതകാലം മൊത്തം വെറുതെ മൂലക്ക് ഇരുന്ന് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ഒരു പേര് ഭൂമിയിൽ നിന്ന് അസ്തമിക്കാൻ വേണ്ടിയാണോ ഇവന്റെ പ്ലാൻ എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഭയങ്കര സങ്കടമുണ്ട്. കാരണം കോൺഗ്രസ് ഒരു 5-6 വർഷം മുമ്പിലെ എന്റെയൊക്കെ കൊച്ചു 5ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഇവൻ ഇതിൽ വന്നോണ്ടിരിക്കുന്നത്, ഈ എൻകൗണ്ടർ അങ്ങനെയൊക്കെയുള്ള സമയത്ത്. ആ സമയത്ത് കോൺഗ്രസ് ഒന്നും അല്ലാതിരുന്നൊരു സമയത്ത് ഒരു 5 വർഷമായി ഇങ്ങനെ ഉയർത്ത് വന്നതൊക്കെ ഈ ചെറുക്കൻ്റെയൊക്കെ ഇതുകൊണ്ടാണ്. ഈ ചെറുപ്പക്കാർ പിള്ളേർ വരെ ഞങ്ങൾ കണ്ടത് അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടം എന്നുള്ളൊരു ഇതിലാണ് പിള്ളമാര് ചെറുപ്പക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്. പിന്നെയാണ് കോൺഗ്രസ് ഒരു ഇച്ചിരി പച്ച പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, സാറിന്റെ ഈ ചാനലിലൂടെ ഈ കാണുന്ന കരയുന്ന അമ്മമാരെ കണ്ണീര് ഇന്ന് രാഹുൽ മാങ്കൂട്ടം കണ്ടില്ലെങ്കിൽ ഈ പാർട്ടിക്ക് വേണ്ടി അവന്മാര് കുറക്കുന്ന കേട്ടിട്ട് മൂലക്ക് ഇരിക്കാനാണ് ഇനി ഏതാളും. ഇപ്പൊ ഞാൻ തുറന്നു പറയാം, അവന്റെ ഏട്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായാലും പറയുന്നത് കേട്ട് വിശ്വസിച്ച് വെള്ളമിറങ്ങാണ്ട് അവൻ വിഴുങ്ങി മൂലക്ക് ഇരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്ലാൻ ആണെങ്കിൽ ഈ മണ്ണെന്ന് അടുത്ത ഇലക്ഷന് കോൺഗ്രസിന് ഇത് കിട്ടും എന്നൊക്കെയുള്ള പ്ലാനില് കിട്ടിക്കഴിയുമ്പോൾ നിന്നെ ഞങ്ങൾ രാജാവാക്കാന്നൊക്കെ പറഞ്ഞില്ല പ്ലാൻ ആണെങ്കിൽ അതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച വരെയായിരിക്കും. കാരണം കിട്ടിയാലും അമ്മമാര് ഈ ചെറുക്കനെ തഴയും, അത് ഉറപ്പാ തഴയും. അങ്ങനെയൊക്കെ വ്യാമോഹം കൊടുത്തിട്ടാണ് ഈ ചെറുക്കൻ പാവം മൂലക്ക് ഇരിക്കുന്നതാണെങ്കിൽ അവൻ ഇത്രയും വിവരമുള്ള ചെറുക്കനാണെങ്കിൽ ഇതൊന്നും അവൻ വിശ്വസിക്കരുതെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. പിന്നെ ഈ അമ്പലങ്ങളിൽ പോയി കരയുന്ന അമ്മമാരെ കണ്ണീര് ഇന്ന് അവൻ കണ്ടില്ലെങ്കിൽ നാളെ പാർട്ടിക്ക് വേണ്ടി ജനങ്ങളെ കാണാണ്ട് തഴഞ്ഞതിന്റെ വേദന അവൻ അനുഭവിക്കേണ്ടി വരും. കാരണം അവൻ തൻ്റെ ഉള്ളൊരുത്തനാണ്. അവൻ തൻ്റെ ഇടത്തോടെ കാണിച്ചു കൊടുക്കേണ്ടത് ഇപ്പോഴാണ്. തോറ്റോട്ടെ, ജയിച്ചാലും തോറ്റാലും ഒരു മനുഷ്യന് ഏതെങ്കിലും ഒന്നേ ഉണ്ടാവും. ജയിച്ചാൽ അവന്റെ വിജയമാണെന്ന് ഈ കരയുന്ന അമ്മമാരെയൊക്കെ ചിന്തിച്ചോളും. അവൻ തോറ്റുപോയാലോ അന്ന് ചിന്തിക്കാം. ഈ കരയുന്ന അമ്മമാരെയൊക്കെ തോൽവിയാണ്, അവന്റെ തോൽവി എന്ന് പറയണ്ട. ഈ കരയുന്ന അമ്മമാരെ അപ്പന്മാരെ സഹോദരന്മാരെയൊക്കെ തോൽവിയാണോ എന്ന് ചിന്തിച്ചാൽ മതി. കാരണം അവൻ നല്ല ഒരാളാണെങ്കിൽ ഇറങ്ങി പ്രവർത്തിക്കണം. സത്യ അതാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. കാരണം അവനോട് ഇപ്പം സാറിന് അറിയുന്ന ഒരാൾ അവരുടെ അടുത്തേക്ക് ഈ ചാനലിൽ എത്തിക്കണം എന്ന് എന്റെ അഭിപ്രായം. കാരണം അവൻ കാണണം ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മമാര് ഏതൊക്കെ സ്ഥലത്ത് ഇരുന്ന് കരയുന്ന പ്രാർത്ഥിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടി? അവരുടെ മക്കൾക്ക് വേണ്ടിയാണോ? അല്ല. അപ്പൊ അവൻ എന്തുകൊണ്ട് ഇവരൊക്കെ കണ്ണീരിന് ഒരു വില ഇല്ലാണ്ടാക്കിയല്ലേ രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്നേ? അല്ലേ? അവന്റെ അമ്മ കരയുന്ന കണ്ണീരിന് അവന് വിലയുണ്ടെങ്കിൽ ഈ ആയിരക്കണക്കിന് അമ്മമാര് കരയുന്ന കണ്ണീര് അവൻ കാണണ്ടേ? തോറ്റോട്ടെ, അവന്റെ കൂടെ ആളില്ലാന്ന് അപ്പൊ അവനും മനസ്സിലാവും, നമ്മൾക്കും മനസ്സിലാവും. പാർട്ടിയിൽ നിൽക്കുമ്പോൾ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കൂന്ന് ആണെങ്കിൽ പാർട്ടിക്ക് പുറത്തുണ്ടാകുമ്പോ അവന്റെ കൂടെ ആളുണ്ടോ എന്ന് തിരിച്ചറിയേണ്ട സമയമാണിത്. പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോ അവനെ ജയിപ്പിച്ചാലാണ് അവന്റെ കൂടെ ആൾക്കാരുണ്ടോന്ന് അവനും മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ ഘോരം കേട്ടല്ലോ. അപ്പൊ നിങ്ങളെല്ലാവരും അഭിപ്രായം ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക.